ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഒരു രാത്രിവേളയിൽ നിങ്ങളുമായി ദൈവികമായ കൂട്ടായ്മ ആചരിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് അല്പനേരം കർത്താവിൻ്റെ ആലോചന പങ്കിടുവാനും എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അസുലഭ സന്ദർഭം ദൈവത്താൽ വന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. വിശേഷാൽ അവിടെയുള്ള വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളും ആശകളും ഇതുവരെയും നിറവേറ്റിയ ദൈവം തുടർന്നും അത് നിറവേറ്റുവാൻ സംഗതി വരുത്തട്ടെ. സംഭവ ബഹുലമായ ഒരു ലോകത്തിൽ, വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ഈ കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ഈ മഹാമാരി ലോകമെങ്ങും 5 വൻകരകളിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യ ഹൃദയങ്ങൾ വളരെയധികം ഭീതിതമായി തീർന്ന ഒരു കാലഘട്ടമാണ്. മരണം പലപ്പോഴും മുന്നിലെത്തി നിൽക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും നാം കണ്ടുവരുന്നത്. എന്നാൽ അതിൻ്റെ മധ്യേ ജീവിക്കുന്ന ദൈവജനത്തിനുള്ള പ്രത്യാശ ഒന്ന് പുതുക്കുകയാണ് ഇന്ന് ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവജനത്തിന് ഏറ്റവും ഉന്നതമായ പ്രത്യാശ ഉള്ളത് നമുക്കറിയാം. കാരണം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സ്വർഗം വാഴുന്നവനും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനുമായ ദൈവപുത്രൻ, അവൻ നമ്മുടെ ശരണവും സങ്കേതവും നമ്മുടെ ശൈലവുമാകൊണ്ട് നമുക്ക് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദർഭം എനിക്ക് തന്ന മെൽബോണിലുള്ള ഇന്ത്യൻ ബ്രദറൻ അസംബ്ലിക്കുള്ള എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് അറിയിച്ചുകൊള്ളട്ടെ. എൻ്റെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം എപ്പോഴും ഓർക്കുക പതിവാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഉണരുമ്പോൾ ഞാൻ പാടാറുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് ശബ്ദത്തിലല്ല, മനസ്സിൽ ഞാൻ പലപ്പോഴും ആ പാട്ട് പാടാറുണ്ട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണ് എൻ്റെ നിത്യ വീട്. അതെന്നും രാവിലെ ഞാൻ ഉണരുമ്പോൾ മനസ്സിലൊന്ന് പാടും. അതിനുശേഷം മറ്റൊരു പാട്ട്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സ്തോത്രത്തോട് അത് വാങ്ങി ഹല്ലേലൂയ പാടും. ഇത് പഴയകാലത്ത് സാധു കൊച്ചുകുഞ്ഞു വിദേശത്തിന്റെ അനുഭവത്തിൽ നിന്ന് പാടിയ പാട്ടാണ്, നമുക്കറിയാം. എങ്കിലും ഓരോ ദിവസവും ഭക്തൻ ഉണരുമ്പോൾ അവന്റെ ഹൃദയം എല്ലാറ്റിനു വേണ്ടിയും ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അല്ല നാളെ എൻ്റെ കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ അതിന് ഞാൻ ഒരുക്കമാണ്. അതുപോലെ തന്നെ എൻ്റെ കർത്താവിങ്കിലേക്ക് ഞാൻ എടുക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് നാളെ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിനും ഒരുക്കത്തോടെ ജീവിക്കേണ്ടത് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. അതുകൊണ്ട് we should be ready for our departure or else for the rapture. ഇത് രണ്ടും ഒരുപോലെ നാം ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുള്ള, പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മഹത്വത്തിലേക്ക് മാറ്റപ്പെട്ടാൽ നാം ദുഃഖിതരാണ്, നാം വളരെ സങ്കടപ്പെടുന്നവരാണ്. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നാം എപ്പോഴും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ ഇറങ്ങാൻ തയ്യാറാകണം. We should be ready to get down at the destination. ദൈവം നമുക്ക് വേണ്ടി ഒരു സമയപരിധി, കാലഘട്ടം ഭൂമിയിൽ കുറിച്ചിട്ടുണ്ട്. ആ പരിധി കഴിയുമ്പോൾ നാം ഇറങ്ങണം. നാം സാധാരണ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് വാങ്ങാറുള്ളവരാണ്. നമുക്ക് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ അനൗൺസ്മെന്റ് വരും, യുവർ ഡെസ്റ്റിനേഷൻ ഹാസ് റീച്ച്ഡ്, നൗ യു ക്യാൻ ഗെറ്റ് ഔട്ട്. അതുകൊണ്ട് ഏത് ഭക്തനും ജീവിതത്തിൽ ഏത് തുറയിലുള്ളവനായാലും എപ്പോഴും ഈ ഒരുക്കം ആവശ്യമാണ്. either for rapture or for departure from this world. ഇത് എപ്പോഴും നാം ഓർത്തിരിക്കേണ്ടത് വിഷയമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഭയപ്പെടുത്തുന്ന പല സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് how to tackle fear and terror, ഒരുപാട് ഫിയർ മാനേജ്മെന്റ് പ്രസംഗങ്ങളും അതുപോലെ പല പുസ്തകങ്ങളും ഈ നാളുകളിൽ ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഭയചകിതരായ മനുഷ്യരെ പ്രത്യാശയ്ക്ക് ഏതെങ്കിലും നിലയിൽ കൈപിടിച്ചുയർത്തുവാൻ ശ്രമിക്കുന്ന ഒരുപാട് സെക്കുലർ റൈറ്റേഴ്സും ഉണ്ട്, അതുപോലെ സ്പിരിച്വൽ റൈറ്റേഴ്സും ഈ നാളുകളിൽ ഉണ്ട്. പ്രസംഗകരും ഈ വിഷയം ധാരാളം കൈകാര്യം ചെയ്യുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഈ ഭയം എന്നുള്ള ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു പുസ്തകത്തിനും സാധ്യമല്ല. കാരണം ബൈബിളിൽ മാത്രമാണ് ഭയത്തിനുള്ള പരിഹാരം. ഈ ഭയത്തെ എങ്ങനെ നമുക്ക് നേരിടാം, ഹൗ വി ക്യാൻ ഹാൻഡിൽ
അല്ലെങ്കിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുകയല്ല, ഹൗ വി ക്യാൻ ഫേസ് ദിസ് ഫിയർ എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ പഠനത്തിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി സമയത്ത് ഞാൻ ദാവീദിന്റെ അനുഭവത്തിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ അടിസ്ഥാനമായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത സങ്കീർത്തനം 27 സങ്കീർത്തനമാണ്. ആ 27 സങ്കീർത്തനമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ഒരുപാട് ഗാനരചയിതാക്കൾ ഈ സംഗീതത്തെ അവരുടെ പ്രമേയമായി അവർ ഒരുപാട് പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം 27 സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം പര്യവസാനിപ്പിക്കുന്നതായിരിക്കും. 27 സങ്കീർത്തനത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് 2 വാക്യങ്ങൾ, ഒന്ന് അതിന്റെ 1-ാം വാക്യവും ഒടുവിലത്തെ വാക്യവും ഞാൻ തന്നെ ഒന്ന് വായിക്കാം. Psalm 27 verse 1. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒടുവിലത്തെ വാക്യം 14. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനക്കാരൻ ദാവീദാണ് എന്ന് തലക്കെട്ട് നമ്മോട് പറയുന്നു. ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ് ബഹുഭൂരിപക്ഷവും സങ്കീർത്തന പുസ്തകത്തിലുള്ളത് എന്ന് നമുക്കറിയാം. ഏതാണ്ട് 75 സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി എന്ന് നാം വിശ്വസിക്കുന്നു. 73 സങ്കീർത്തനങ്ങൾക്ക് ശീർഷകമുണ്ട്. എന്നാൽ 2 സങ്കീർത്തനങ്ങൾക്ക് ദാവീദിന്റെ ശീർഷകമില്ല. എങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ 2 സങ്കീർത്തനങ്ങളും ദാവീദിന്റേതാണെന്ന് പുതിയ നിയമ ഗ്രന്ഥകർത്താക്കന്മാർ സൂചിപ്പിക്കുന്നത് കൊണ്ട് ദാവീദ് 75 സങ്കീർത്തനങ്ങളാണ് എഴുതിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് രാജാവിനെ വിശേഷിപ്പിക്കുമ്പോൾ ഇസ്രായേലിലെ മധുര ഗായകൻ എന്നാണ് തന്നെ കുറിച്ച് നാമും പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ദാവീദ് 75 ഗാനങ്ങൾ എഴുതി അത് ആലപിച്ച് അതനുസരിച്ച് ജീവിച്ചു എന്ന് പറയാം. എന്നാൽ ഞാൻ പറയട്ടെ, ദാവീദിന്റെ എല്ലാ സങ്കീർത്തനങ്ങളും അത് ഒരു സങ്കീർത്തനത്തിന് വേണ്ടി എഴുതി ചേർത്തതല്ല. നോട്ട് ഫോർ ദ സേക്ക് ഓഫ് എ സാം ഹി ഡിഡ്ന്റ് റൈറ്റ് എ സാം. ഇത് പലപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് ആത്മീയ ഗോളത്തിൽ ഇന്ന് സംഭവിച്ച വലിയ ഒരു പിശക് എന്ന് വെച്ചാൽ പാട്ടിന് വേണ്ടി പാട്ടെഴുതുക. ഞാൻ ഒരു ആരെയും കുറ്റപ്പെടുത്തുവാൻ പറയുകയല്ല. ശാസ്ത്ര സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഗാനരചയിതാക്കളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പാട്ടുകൾ അങ്ങേ തോരാതെ എഴുതുകയാണ്. എന്നാൽ ദാവീദ് എഴുതിയ 75 സങ്കീർത്തനങ്ങളിലും ദാവീദിന്റെ അനുഭവങ്ങൾ ദാവീദ് പങ്കിടുകയാണ്. എന്ന് പറഞ്ഞാൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആശയവിനിമയമാണ് ദാവീദ് സങ്കീർത്തനങ്ങൾ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം സങ്കീർത്തനം വായിച്ചാൽ നമ്മുടെ ജീവിതത്തോട് ഏറെ താതാത്മ്യപ്പെടുത്താവുന്ന ഒരുപാട് അനുഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ദാവീദ് തന്റെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിട്ടു എന്നുള്ളതും എങ്ങനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്നുള്ളതും തന്റെ സങ്കീർത്തനങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ സംഗീത താലന്തുള്ളവരാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. പക്ഷേ ഏതൊരു സംഗീതം ഗാനങ്ങൾ എഴുതുന്നവരും അതുപോലെ തന്നെ ഗാനങ്ങൾ പാടുന്നവരും പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ആ പാട്ട് പാടുക. പാട്ട് പാടുന്നവർ പോലും ആ രീതിയിൽ പാടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പാട്ടുകൾ എഴുതുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തല സന്ദേശം ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയായി. 27 സങ്കീർത്തനം വളരെ മനോഹരമായ സങ്കീർത്തനമാണ്. ഞാൻ അത് ഓർപ്പിച്ചുവല്ലോ. അത് ആരംഭിച്ചത് ഇങ്ങനെയാണ്: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഈ സങ്കീർത്തനത്തെ ഞാൻ ആഴത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതിന്റെ പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇവിടെ ആരംഭ വചനത്തിൽ പറയുന്നത്, തനിക്കും തന്റെ ദൈവമായ യഹോവയ്ക്കുമുള്ള ആ ഏറ്റവും ഇന്റിമേറ്റ് ബന്ധം, ഏറ്റവും ആഴമായ ബന്ധമൊന്ന് താൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനത്തിലേക്ക് താൻ നീങ്ങുന്നത്. തനിക്കും ദൈവവുമായിട്ടുള്ള ബന്ധമെന്ത് എന്നാണ് താൻ ആദ്യ വാചകത്തിൽ ഓർപ്പിച്ചത്. അങ്ങനെ സങ്കീർത്തനം അതിൽ കൂടെ പല സന്ദേശങ്ങളും പറഞ്ഞ ശേഷം, തന്റെ അനുഭവങ്ങൾ പങ്കിട്ട ശേഷം, ഒടുവിൽ 14-ാം വാക്യത്തിൽ താൻ ഒരു പ്രസ്താവന നടത്തുകയാണ്. ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ കൗൺസിൽ അവിടെ നൽകുകയാണ്. എന്താണ് കൗൺസിലിംഗ്? യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അനുഭവത്തിൽ കൂടെ ദാവീദ് പഠിച്ച പാഠം ഇപ്പോൾ താൻ പരസ്യമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രസ്താവിക്കുകയാണ്. എന്താണ് ദാവീദ് തന്റെ അനുഭവത്തിൽ പഠിച്ചത്? താൻ ഒന്ന് പഠിച്ചു,
അതിന്റെ 13-ാം വാക്യത്തിൽ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്ന് താൻ തന്നെ അവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്ന് ദൈവത്തിൽ വിശ്വസിച്ചില്ലായിരുന്നു എങ്കിൽ എന്റെ ജീവിതം എന്നേ നശിച്ചു പോകുമായിരുന്നു. I would have lost my life, or I would have lost my heart, or I would have fainted in my life. എന്റെ ജീവിതത്തിൽ ഞാൻ തളർന്ന് താഴടിയായി പോയേനെ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എന്റെ ഈ ജീവിത അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ച ഒരു പാഠം, നിങ്ങളും ഒന്ന് ചെയ്യുക, ഈ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇംഗ്ലീഷിൽ ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ കാത്തിരിക്കുക, വെയിറ്റ് ഓൺ ദ ലോർഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ വെയിറ്റ് ഓൺ ദ ലോർഡ്, ദൈവത്തിൽ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങൾ ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ? വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ആൻഡ് വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. ഇത് രണ്ടും ആശയത്തിൽ വ്യത്യാസമുള്ള വാക്കുകളാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ തുടർമാനമായിട്ട് കൺസിസ്റ്റന്റ്ലി ആൻഡ് steadfastly spending time with the Lord, ദൈവത്തോട് കൂടെ ഇരിക്കുക, ദാറ്റ് ഈസ് വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. ഇതാണ് യെശയ്യാവ് 40 പറയുമ്പോൾ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തി കഴുകനെ പോലെ പുതുക്കും എന്ന് വായിക്കുന്നു. So when you wait and spend time with the Lord, along with the Lord, in the company and presence of the Lord, that will really empower us and encourage us, that will strengthen us to go forward. അപ്പോ അവിടെ പറയുന്നത് wait upon the Lord. എന്നാൽ ദാവീദ് മറ്റൊരു പാഠം പറയുന്നുണ്ട്, you have to wait for God. That means you have to patiently wait for the timing of God. ദൈവത്തിന്റെ ടൈം ടേബിൾ നിറവേറുന്നത് വരെ, ദൈവത്തിന്റെ സമയം നിറവേറുന്നത് വരെ you have to wait for that. വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് വെയിറ്റ്. നമുക്കറിയാം, എവിടെ പോയിരുന്നു വെയിറ്റ് എന്ന് പറഞ്ഞാൽ we really hate that word. It makes us insane. ചില സമയത്ത് ഭ്രാന്താക്കി കളയും. നമുക്ക് ഒരു ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ, ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, സാധാരണ ഒരു ട്രാഫിക്കിൽ ചെന്നാൽ പെട്ടെന്ന് നമ്മൾ പോകുന്ന നേരത്ത് പച്ചവിളക്ക് മഞ്ഞയായി മഞ്ഞ ചുവപ്പാണ്, അപ്പോ നിർത്തണം. അവിടെ ഒരുപക്ഷെ 60 സെക്കൻഡാണ് അവിടെ കാണിക്കുന്നത്, 59 ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ആ 60 സെക്കൻഡ്, അയ്യോ, നമ്മുടെ ഒരു ഇംപേഷ്യൻസ് കാണണം, അതൊന്ന് വീണ് കിട്ടാൻ അല്ലെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ ചെലവിടുന്ന സമയം, the time we spend, that is more precious and it's gracious and gives us all the benefit and spiritual growth. അപ്പോ ഇന്ന് നമുക്ക് എന്തില്ല? വാസ്തവത്തിൽ സമയമില്ല. നാം എല്ലാവരും ബന്ധപ്പാടിലാണ്. നമുക്കറിയാം നമുക്ക് സമയമില്ല. ഇന്ന് ഹിന്ദുക്കൾ വരെ അവര് യോഗ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ, ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ അവർ ചെയ്യുന്നു. എന്നിട്ട് അവരെ കുറിച്ച് അവർ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, that 20 minutes of transcendental meditation gives of energy for the whole day. എനിക്കിത് അത്ഭുതം തോന്നി. ലോകപ്രകാരമുള്ള ഒരു സെക്കുലർ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവരെടുക്കുന്നു. ആ മെഡിറ്റേഷൻ അവർക്ക് ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള ശക്തി പകരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സർവശക്തനായ, പുനരുദ്ധാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ശക്തനായ ക്രിസ്തുവിനോട് കൂടെ അല്പനേരം ഒരു വിശ്വാസി, ഒരു ഭക്തൻ ചെലവിടുമ്പോൾ അവന്റെ ജീവിതത്തിലെ ശക്തിയുടെ അളവെന്ത്? അപ്രമേയമായ ശക്തിയുടെ ഉറവിടമായ ദൈവത്തോടുകൂടെ അല്പനേരം ചെലവിടുമ്പോൾ പലപ്പോഴും നമുക്കിതിന് നേരമില്ല. പ്രിയമുള്ളവരെ, വി ഡോണ്ട് ഫൈൻഡ് ടൈം. എന്താ കാരണം? നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത്. വാസ്തവത്തിൽ നാം ജീവിക്കുവാൻ മറക്കുന്നവരാണ്. ജീവിക്കുവാൻ വേണ്ടി നാം ഒരുപാട് ബന്ധപ്പെടുന്നു, പക്ഷേ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് the time we spend with the Lord is the most important and most beneficial time എന്ന് ഞാൻ ഓർപ്പിക്കുക. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, ഇത് രണ്ടും ഒരുപോലെ ആവശ്യമാണ്. എന്താണ് ദാവീദ് നമ്മെ പഠിപ്പിച്ചത്? തന്റെ അനുഭവത്തിൽ നാം പഠിപ്പിച്ചത് എന്താണ് ആശയം? അദ്ദേഹം കടന്നുപോയ പാത ഒന്ന് ഞാൻ ഈ 2 വാക്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. 27-ാം സങ്കീർത്തനം 2-ാം വാക്യം, ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയുവാനാകും. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്തിരിക്കുമ്പോൾ എന്ന് വായിക്കുന്നു. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ
എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്തിരിക്കുന്നു. അടുത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത്. എന്റെ ശത്രുക്കൾ, എന്റെ വൈരികൾ എന്റെ മാംസം തിന്നുവാൻ. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന്റെ മാംസം തിന്നുക, അത് അതിന്റെ ആശയം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സിംഹമോ അല്ലെങ്കിൽ ഒരു വന്യമൃഗം തന്റെ ഇരയെ അതിനെ ഓടിച്ചിട്ട് ഒടുവിൽ പിടിച്ച് അതിന്റെ മാംസം തിന്നുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ഇരയുടെ ഈ മൃഗത്തിന്റെ കയ്യിൽ ഇര അകപ്പെട്ടുപോയി എന്ന് ചിന്തിക്കാവുന്ന സമയത്താണ് അങ്ങനെ നാം പറയുക. ഇപ്പോൾ അത് ഭക്ഷിക്കും, അല്ലെങ്കിൽ അത് ഉടനെ കൊല്ലും എന്ന് പറയും. ദാവീദിന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ദാവീദ് പറയുന്നത്. ഒരിക്കൽ ദാവീദിന്റെ ശത്രു അവന്റെ മാംസം തിന്നത്തക്കവണ്ണം അടുത്തെത്തി. അടുത്ത വിനാഡിയിൽ, അടുത്ത നിമിഷത്തിൽ ദാവീദിന്റെ കഴുത്ത് ഛേദിക്കപ്പെടാവുന്ന ഒരു രംഗത്തായിരുന്നു ആ സമയം ദാവീദ്. അങ്ങനെയാണ് ദാവീദ് ആ ശത്രുക്കളായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ഇടറി വീണു. അത് ദൈവത്തിന്റെ കൃപയാൽ സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വാക്കുകൂടെ താൻ പറയുന്നു. തന്റെ കഷ്ടത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളുണ്ട്. 11ാം വാക്യത്തിൽ, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ, എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ദാവീദ് ഉദ്ദേശിക്കുന്നത്? ദാവീദ് കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഏത് സമയത്തും ക്രൂര മൃഗങ്ങളെ പോലുള്ള ശത്രുക്കളെ കയ്യിൽ അകപ്പെട്ട് അടുത്ത നിമിഷം തനിക്ക് മരണം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട ഒരു രംഗത്താണ് ദൈവം അവനെ വിടുവിച്ചത്. അപ്പോഴാണ് ഇത് ഓർത്തുകൊണ്ട് താൻ പാട്ട് എഴുതുവാൻ ആരംഭിച്ചത്. പ്രിയമുള്ളവരെ, ദാവീദ് നമുക്ക് ഉപദേശിക്കുന്നതിന് കാരണം, ഒടുവിൽ ഉപദേശമാണല്ലോ തന്നത്. ദാവീദ് ഉപദേശിക്കുവാനുള്ള അർഹത ഞാൻ പറയട്ടെ, ദാവീദിന്റെ സ്വന്തം ജീവിതത്തിൽ ദൈവവുമായിട്ട് ഒരു ബന്ധം അവനുണ്ടായിരുന്നു. എന്താണ് വാസ്തവത്തിൽ വാട്ട് ഈസ് ദ എലിജിബിലിറ്റി ഫോർ us to exhort others എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വാട്ട്സ് ദ റൈറ്റ് ഫോർ മീ ടു exhort you എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയണം, I have the personal experience with the Lord and I have been taught by the Lord. ഞാൻ എന്റെ ദൈവത്തോടു കൂടി ഒരു പേഴ്സണൽ വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. ആ ദൈവം എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന പാഠമായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ പാശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ കാര്യം പറയേണ്ടിയിരിക്കുന്നു. അതിൽ ആത്മീക ചിന്തയുള്ളതുകൊണ്ട് 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാനതൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവിടെ പറയുന്ന ആ പാശ്ചാത്തലം അത് ഈ സങ്കീർത്തനത്തോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അതൊന്ന് നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 21-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നോക്കുക, 2 ശമൂവേൽ 21 അതിന്റെ 18-ാം വാക്യം. അതിന്റെ ശേഷം ഗോബിൽ 18 അതിന്റെ ശേഷം ഗോബിൽ വെച്ച്, അതിനു മുമ്പ് ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. അതിന്റെ മുമ്പ് ഒരു കൂടെ വായിക്കേണ്ടതുണ്ട്. അതായത് 15-ാം വാക്യം. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. കേൾക്കുക, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായ റാഫ മക്കളിൻ യിശ്ബി ബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബിഷായി അവന് തുണയായി വന്നു ഫെലിസ്ത്യരെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുത്താതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന വേദഭാഗമാണ്. കാരണം 2 ശമൂവേൽ 21-ാം അധ്യായം നാം സാധാരണ ഞാനും അങ്ങനെയാണ് പറയാറുള്ളത്. The last wars done or won by David. ദാവീദിന്റെ അന്ത്യ യുദ്ധങ്ങൾ. 22-ാം അധ്യായം ദാവീദിന്റെ അന്ത്യഗാനം. 22-ാം അധ്യായമാണ് 18-ാം സങ്കീർത്തനം.
അതുകൊണ്ട് അത് അന്ത്യഗാനം, ദ ലാസ്റ്റ് സോങ് ഓഫ് ഡേവിഡ്. 23 വരുമ്പോൾ നാം വായിക്കുന്നത് ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ അന്ത്യവാചകങ്ങൾ. 24 വരുമ്പോൾ ദാവീദിന്റെ അന്ത്യപാപം, ദ ലാസ്റ്റ് സിൻ ഓഫ് ഡേവിഡ്. ഇത് അതുകൊണ്ട് ഈ ഭാഗം ദാവീദിന്റെ ജീവിതാന്ത്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് വിളിച്ചു പറയുകയാണ്. എന്നാൽ 40 വർഷങ്ങൾ ദാവീദ് രാജ്യം ഭരിച്ചു, യുദ്ധത്തിൽ ജയം പ്രാപിച്ചു. അങ്ങനെ വളരെ സ്വസ്ഥതയോടെ, വളരെ സമാധാനത്തോടുകൂടെ ജീവിതാന്ത്യത്തിലേക്ക്, ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുകയാണ് ദാവീദ്. താൻ ജീവിതത്തിൽ ഏറെ ജയിച്ചവനാണ്. അവന്റെ ജയജീവിതത്തിന്റെ ഒരു നീണ്ട പട്ടിക നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അവൻ ഈ നാളുകളിൽ യുദ്ധം അവസാനിച്ചു, ഇപ്പോൾ സമാധാനം പിറന്നു എന്ന് ചിന്തിച്ച് സമാധാനത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ വായിച്ചത്, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇവിടെ ഇസ്രായേൽ ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പോയതല്ല വായിച്ചത്, ഫെലിസ്ത്യർ യുദ്ധത്തിന് വരികയാണ്. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം വീണ്ടും 3 യുദ്ധങ്ങൾ ആവർത്തിച്ചു വരുന്നത് കാണുവാൻ കഴിയും. ഈ ഇഷ്ബി ബെനോബ് എന്ന് പറയുന്ന രാക്ഷത പിറവിയെ അവിടെ അബിഷായി കൊന്ന ശേഷം അവിടെ യുദ്ധം അവസാനിച്ചില്ല. അന്ത്യയുദ്ധങ്ങൾ എന്ന നിലയിൽ ആവർത്തിച്ച് ദാവീദിന്റെ ജീവിതത്തിലേക്ക് യുദ്ധങ്ങൾ വരുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടുന്ന വിഷയം, ദാവീദ് ഒരു കാലത്ത് നമുക്കറിയാം സിംഹത്തെയും കരടിയെയൊക്കെ വേട്ടയാടി കൊന്നവനാണ്. എന്നാൽ ആ ഗോലിയാത്ത്, അവരെ കൊല്ലുവാൻ ദാവീദിന് ഒരു കവിണമതിയായിരുന്നു, ഒരു കല്ലുമതിയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ജയം നേടിയ ദാവീദ് ഇപ്പോൾ വളരെ സ്വസ്ഥതയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി യുദ്ധമില്ല, സമാധാനമാണെന്ന് ചിന്തിച്ചിരിക്കുക. എന്നാൽ നോക്കുക, ഗോലിയാത്തിന്റെ വംശത്തിൽപ്പെട്ട ആ പരമ്പരയിൽപ്പെട്ട ഒരുപാട് രാക്ഷസന്മാർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ ആശയം? നമുക്കറിയാം, നാം ഒരിക്കൽ ജയിച്ചവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന ശത്രുക്കളെ നാം തോൽപ്പിച്ചവരാണ്. നാം ശത്രുവായ സാത്താനെ തോൽപ്പിച്ചവരാണ്. എന്നാൽ പലപ്പോഴും ആ യുദ്ധം അവസാനിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്ന പിശാചിനെ കുറിച്ച് പറയുമ്പോൾ നാം 4-ാം അധ്യായത്തിന്റെ 13 വായിക്കുന്നത്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഞാനൊരു മറ്റൊരു ഇംഗ്ലീഷ് പരിഭാഷയിൽ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 4:13 ഇങ്ങനെയാണ് വായിക്കുന്നത് ഇംഗ്ലീഷിൽ, when the devil had finished every temptation he left him until an opportune time. until an opportune time. എന്താണ് ഇതിന്റെ ആശയം? പിശാച് വിട്ടുപോയി, സകല പരീക്ഷയും തികച്ച ശേഷം, he has completed all his techniques and all his tests. അതൊക്കെ താൻ തികച്ച ശേഷം, തികച്ചപ്പോഴും തനിക്ക് പരാജയമായിരുന്നു. എന്നാൽ ഈ ശത്രുവുണ്ടല്ലോ, അവൻ തോൽവി ഒരിക്കലും സമ്മതിക്കുന്നവനല്ല. ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പാദത്താൽ, തന്റെ തിരുപാദത്താൽ ശത്രുവിന്റെ തല തകർത്തതാണ് നമുക്കറിയാം. എന്നാലും അവൻ നശിച്ചിട്ടില്ല. അവൻ അല്പം ജീവനുണ്ടെങ്കിൽ വീണ്ടും അവൻ വരും. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, കഴിഞ്ഞ നാളുകളിലെ വിജയം ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി അല്ല. ഒരുപാട് വിശുദ്ധന്മാർ നമുക്കറിയാം, എത്രയോ മഹോന്നതന്മാർ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ കരങ്ങളിൽ അത്ഭുതകരമായി ഉപയോഗിക്കപ്പെട്ട ആ പാത്രങ്ങൾ തകർന്ന് താളടിയാകുന്ന കാഴ്ച നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നു. എന്തേ കാരണം? ഒരു ഓപ്പർച്യൂൺ ടൈമിന് വേണ്ടി ശത്രു കാത്തിരിക്കുക. ദാവീദ് ഇപ്പോൾ തളർന്നുപോയി, ദാവീദ് ക്ഷീണിതനാണ്, അവൻ ബലഹീനനായി തീർന്നു. കാരണം ഒരിക്കലും അവൻ ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധന്മാരെ, നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കുന്ന ഈ നാളുകളിൽ ശത്രു അതിനെതിരെ വളരെ ശക്തമായി പോരാടും എന്ന് ഓർക്കുക. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ, ആന്തരികമായ ജീവിതത്തിൽ നാം വിശുദ്ധിയെ എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ശത്രു വളരെ കണ്ണിങ് ആണ്, നമുക്കറിയാം. അതുകൊണ്ടാണ് 1 പത്രോസ് 5 പത്രോസ് പറയുന്നത്, ബി സോബർ ആൻഡ് ബി വിജിലന്റ്. എന്താണ് ആശയം? വളരെ ഉണർന്നിരിക്കുക. നിങ്ങളുടെ ശത്രു സാധാരണക്കാരനല്ല. അവൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയം നിങ്ങൾ തളർന്നിരിക്കുന്ന സമയത്ത്
നിങ്ങളുടെ ജീവിതത്തിൽ തളർച്ച സംഭവിച്ച സമയത്ത് തക്കം പാത്ത് നിങ്ങളെ താളടിയാക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവ പൈതൽ എപ്പോഴും ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാമല്ലോ എഫേസ്യർ 5:17 തോന്നുന്നു, അവിടെ വായിക്കുന്നു, walk circumspectly എന്ന് നാം വായിക്കുന്നു. ഭോഷന്മാരെ പോലെ, ബുദ്ധിയില്ലാത്തവരെ പോലെ ഒരിക്കലും നാം നടക്കരുത്. യു ഷുഡ് ഹാവ് ആൻ ഐ അറൗണ്ട് യു. നിങ്ങളെ ചുറ്റിലും ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. ശത്രു ഏത് ഭാഗത്ത് വരും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വാക്ക് സർക്കംസ്പെക്ട്ലി എന്ന് പൗലോസ് നമ്മെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ നാം പഠിച്ച പാഠം, നമ്മുടെ ശത്രു എപ്പോഴും ജാഗരൂപനാണ്. അതുകൊണ്ട് നാം അവന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വണ്ണം, നാം വീണു പോകാതെ വണ്ണം സൂക്ഷിക്കുക. നിൽക്കുന്നവൻ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീഴാതെ വണ്ണം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കുടുംബ തലവനാകാം, തലവിയാകാം, കുഞ്ഞുങ്ങളാകാം, ആര് തന്നെ ആകട്ടെ, വിശുദ്ധന്മാരായ ശുശ്രൂഷക്കാരാകാം, ദൈവദാസന്മാരാകാം, മൂപ്പന്മാരാകാം, ആര് തന്നെയായാലും ഒരിക്കലും ചിന്തിക്കരുത് വീഴാതെ ഞാൻ നിൽക്കും എന്ന്. കഴിഞ്ഞ വിജയങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ അതിന് ഉപോത്ബലമായി പറഞ്ഞ് അങ്ങനെ നിൽക്കുമെന്ന് ചിന്തിക്കരുത്. കാരണം കർമ്മേൽ മലയുടെ കൊടുമുടിയിൽ അത്യഹ്ലാദത്തോടുകൂടെ ദൈവത്തെ ബാൽ പ്രവാചകനെ വെല്ലുവിളിച്ച് ആ വലിയ ജയക്കൊടി അവിടെ നാട്ടിയ ആ മനുഷ്യൻ എത്ര പെട്ടെന്ന് ഒരു പെണ്ണിന്റെ മുമ്പിൽ വീണുപോയത് നമുക്കറിയാം. അതുകൊണ്ട് വളരെ ഈ നാളുകളിൽ ജാഗരൂകരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. 27-ാം സങ്കീർത്തനത്തിലാണ് നമ്മുടെ ചിന്ത. അതിലേക്ക് തന്നെ പെട്ടെന്ന് വരുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നേരവും കടന്നു പോകുന്നു. 27-ാം സങ്കീർത്തനത്തെ ഒന്ന് വിശകലനം ചെയ്ത് ഞാൻ അതിന്റെ അകത്തോട്ട് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 27-ാം സങ്കീർത്തനം പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് പറഞ്ഞുകൊണ്ടേ. 27-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ മൂന്ന് വാക്യങ്ങൾ, the first 3 verses in the 27th Psalm, it tells about the determination of David's heart. ദാവീദിന്റെ ഹൃദയത്തിന്റെ ആ ദൃഢധൈര്യത്തെ വെളിപ്പെടുത്തി. he is now challenging the people എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളി നടത്തുവാൻ ശക്തനായി തീർന്നിരിക്കുകയാണ് ദാവീദ്. താൻ കടന്നു വന്ന പാതകളിൽ തളർന്ന സമയങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അവനെ ദൈവം ബലപ്പെടുത്തി. അവൻ ഇപ്പോൾ ധൈര്യസമേതം അവൻ പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ദാവീദിന്റെ ഹൃദയത്തിന്റെ ദൃഢനിശ്ചയം, the determination of David's heart. 2 അതിന്റെ 4 മുതൽ 5, 6, അതായത് 4, 5 and 6 next 3 verses that tells about the desire of God, David's heart. ദാവീദിന്റെ ഹൃദയത്തിന്റെ അഭിവാഞ്ച ദാവീദ് വെളിപ്പെടുത്തുകയാണ്. പിന്നെ 7, 8, 9 മുതൽ കൊണ്ടുള്ള 12 വരെയുള്ള വാക്യങ്ങൾ, അത് മൂന്നാമത്തെ ഒരു ഡിവിഷനായി നോക്കിയാൽ അവിടെ ദാവീദിന്റെ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ഡേവിഡ്സ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒടുവിലായിട്ട് 13, 14 വാക്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ദാറ്റ് ഈസ് ദ ഫൈനൽ ഡിക്ലറേഷൻ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ ഒരു പ്രസ്താവനയാണ് നാം വായിച്ചു കേൾക്കുന്നത്. എന്നാൽ ഇതിനെ ഞാൻ മറ്റൊരു രീതിയിൽ കൂടെ പരിചയപ്പെടുത്തട്ടെ. 27, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ചിന്തിച്ചത് ഡിറ്റർമിനേഷൻ ഓഫ് ഡേവിഡ്സ് ഹാർട്ട്. That means David knew how he was so determined, how he was so persuaded എന്ന് ചോദിച്ചാൽ അതിന്റെ ആശയം ദാവീദ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. David knew the person of protection. ദാവീദിന് ആ സംരക്ഷണം നൽകുന്ന വ്യക്തിയെ അവന് പരിചയമാണ്. He knew the person who gives him protection. അതാണ് ആദ്യത്തെ 3 വാക്കുകൾ. അതിനടുത്ത് വരുന്ന അടുത്ത 3 വാക്യങ്ങളിൽ ദാവീദിന് മറ്റൊരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്ത്? He knew the place of protection. അവന്റെ സങ്കേത സ്ഥാനം, അവൻ എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 7 മുതൽ 12 വാക്യങ്ങളിൽ ഡേവിഡ് ന്യൂ ദ പവർ ഫോർ പ്രൊട്ടക്ഷൻ. ദാവീദിന് ജീവിതത്തിൽ അവന്റെ സംരക്ഷണത്തിന് ആവശ്യമായ ആർജം, ശക്തി, അത് എവിടെയാണ് ലഭ്യമാകുന്നത് എന്ന് ദാവീദിന് അറിയാം. ഒടുവിലായി 13, 14 ദാവീദ് ഒരു കൗൺസിലിംഗ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. 27-ന്റെ 1 മുതൽ 3 വാക്യങ്ങൾ നാം അതിനെ പെട്ടെന്ന്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പറയുവാൻ ആഗ്രഹിക്കാം. എന്താ ദാവീദ് പറയുന്നത്? ഹൗ ഹി വാസ് സോ ഡിറ്റർമിൻഡ് ടു ഡിക്ലെയർ എന്ന് ചോദിച്ചാൽ, ഡേവിഡ് ന്യൂ ഹിസ് ഗോഡ്. അത് മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞത് മാത്രമല്ല, he had a personal rapport and relationship, an intimate relationship with God. അപ്പോ ദൈവത്തിന്റെ ശക്തി നമ്മിൽ ലഭിക്കണമെങ്കിൽ, പ്രശ്നങ്ങളെ നാം ധൈര്യസമേതം നേരിടണമെങ്കിൽ നാമും നമ്മുടെ ദൈവത്തെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കുക മാത്രമല്ല, ദൈവവുമായിട്ടൊരു കണക്ട്
ഒരു കണക്ടിവിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ദാവീദ് ഇവിടെ പറയുന്ന വാക്ക്, ഹൗ ഹി കണക്ട് ഗോഡ് ഓർ ഹിം വിത്ത് ഹിംസെൽഫ് വിത്ത് ഗോഡ്. ദാവീദ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ, എന്റെ. ഈ വാക്കുകൾ ഒരു വാക്കായി മാറ്റാൻ സാധിക്കുകയില്ലയോ എന്ന് ചിന്തിക്കുകയുണ്ടായി. ദാവീദ് എഴുതിയ 18-ാം സങ്കീർത്തനത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ അവിടെയും ഈ രീതിയിൽ ദാവീദ് പറയുന്നത് കാണുവാൻ കഴിയും. ദാവീദിന്റെ ഒടുവിലത്തെ പാട്ടാണല്ലോ ഈ 18-ാം സങ്കീർത്തനം. അവിടെ നിന്ന് വായിക്കുക, 18-ാം സങ്കീർത്തനം 1-ാം വാക്യം, എന്റെ ബലമായ യഹോവേ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായി കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ഞാനിത് ഒരു ആവർത്തന വിരസത, പലപ്പോഴും ബോറിംഗ് നേച്ചർ ഓഫ് എ റിപ്പീറ്റഡ് ടെല്ലിംഗ്. അതായത് ഒരു കാര്യം പല പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് വെറുക്കും. എന്നാൽ ദാവീദ് അങ്ങനെ ഒരു വെറുപ്പ് കാണിക്കുന്നില്ല. ഈ സങ്കീർത്തനത്തിൽ, ഒരു സങ്കീർത്തനമാണ്, ഒരു കവിതയാണ്. ആ കവിതയിൽ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ എന്റെ 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 എന്ന് ഒരു കവിതയിൽ വന്നാൽ ആ കവിതയുടെ ഭംഗി നശിക്കുമല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ ദാവീദിന് കവിതയുടെ ഭംഗിയിലല്ല, അവിടെ തന്റെ ദൈവത്തിന്റെ മഹത്വമാണ് ദാവീദിന്റെ ലക്ഷ്യം. മാത്രമല്ല, ദൈവവുമായിട്ട് തനിക്കുള്ള ആ ആത്മബന്ധം അദ്ദേഹം വളരെ ശക്തമായി വിളിച്ചറിയിക്കുക. എന്താണ് ദൈവം? ഇവിടെ എന്താണ്? ദൈവം ബലമാണ്, ദൈവശൈലമാണ്, കോട്ടയാണ്, രക്ഷകനാണ്, ശരണമാണ്, പരിചയാണ്, കൊമ്പാണ്, ഗോപുരമാണ്. ഇതൊക്കെ ശരിയാ. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് നന്മയില്ല. അവൻ എന്റേതാണ്. മേക്കിംഗ് ഗോഡ് ഓഫ് ഹിസ് സോൾ. ഇത് ഞാൻ ചിന്തിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കാനിടയായി. ദൈവത്തെ എല്ലാവർക്കും വേണം. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. പക്ഷേ ദാവീദ് പറയാണ്, ഇൻ എ പേഴ്സണൽ വേ ഗോഡ് ഈസ് മൈ ഓൺ ഗോഡ്. ദൈവത്തെ സ്വന്തമാക്കുക. ഇതാണ് ദാവീദ് ചെയ്തത്. പ്രിയമുള്ളവരെ, സാധാരണ ഞാൻ ചെറിയ ഉദാഹരണം പറയാറുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അനുഭവത്തിൽ എനിക്ക് 4 പെൺകുട്ടികളാണ്. 3 പേര് കല്യാണം കഴിഞ്ഞു, കഴിക്കാൻ ഇരിക്കുക. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, കൊച്ചുങ്ങളായിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം 2 കുഞ്ഞുങ്ങളും പിന്നെ ഒരു പെൺകുട്ടിയും ജനിച്ചു. അതിനുശേഷം ഒടുവിൽ ഒരു 4ാമത്തെ പെൺകുട്ടി. ആ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ മക്കൾ തമ്മിൽ ഒരു കലഹമുണ്ടാകും. എന്താ കലഹത്തിന് കാരണം എന്ന് ചോദിച്ചാൽ, മൂത്ത മക്കൾ പറയും, ഡാഡി ഞങ്ങളുടെ ഡാഡിയാ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ശരിയാണ്, ഞങ്ങളുടെ ഡാഡിയാ. അപ്പോ അടുത്തവൾ ആദ്യം ഡാഡി ഞങ്ങളുടെ ഡാഡി, എല്ലാവരും 3 പേരും ഞങ്ങളുടെ ഡാഡി എന്ന് പറയും. ഈ ഇളയ കുഞ്ഞിന് ഭയങ്കര വിഷമം. അവളങ്ങ് കോപവും മുഖത്തൊരു സങ്കടവും. നോ നോ നോ, ഡാഡി ഈസ് മൈ ഡാഡി, എന്റെ ഡാഡിയാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കര ബഹളമുണ്ടാക്കും. എന്താ അതിന് കാരണം? നമുക്കറിയാം ആ കുഞ്ഞ് നിഷ്കളങ്ക മനസ്സുള്ളതാണ്. അവൾക്ക് അവളുടെ ഡാഡി അവളുടേതായിരിക്കണം. നമുക്ക് നന്നായിട്ട് അറിയാം. പ്രിയമുള്ളവർ, യഹോവ എല്ലാവരുടെയും ഇടയനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ ഇടയനാണ് എന്ന് പറഞ്ഞ ആശയം എന്താ? ഹി ഹാസ് ഓൺലി മൈൻഡ് ഫോർ മീ, ഹി ഹാസ് ടൈം ഫോർ മീ അലോൺ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. ദാവീദ് പറയാ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ ദൈവം നോക്കുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ കാര്യത്തിൽ മാത്രമേ ദൈവത്തിന് ശ്രദ്ധയുള്ളൂ കേട്ടോ. എന്തൊരു വിശ്വാസം, എന്തൊരു ആശ്രയം പ്രിയമുള്ളവരെ. ദൈവത്തോട് ആ നിലയിൽ ബന്ധം നമുക്ക് പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? എന്റെ ദൈവം. ഇവിടെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക്, ഫിലിപ്പി ലേഖനം 4:10 വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്ക്, മൈ ഗോഡ്. ഫിലിപ്പി ലേഖനത്തിൽ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ തന്നെ സഹായിച്ച തന്റെ ആ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നന്ദി പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നതല്ല, എന്റെ ദൈവം, എന്റെ ദൈവം. പ്രിയമുള്ളവരെ, ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. എന്റെ ദൈവവുമായിട്ടൊരു ബന്ധം. ആ ബന്ധത്തിൽ വരുമ്പോൾ യു ന്യൂ ഗോഡ് ആൻഡ് യു ഷുഡ് ഹാവ് ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഇതാണ് വളരെ അത്യാവശ്യമായി. ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ദൈവം നിങ്ങളുടെ, എന്റെ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ദൈവത്തെ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, രുചിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവിനെ നമുക്ക് ക്ഷണിക്കാം. അവൻ നമ്മുടേതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിഞ്ഞു എന്നുള്ള, ആ വ്യക്തിയെ അറിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയെ കുറിച്ചാണ് നാം വായിക്കുന്നത്. അവിടെ വായിക്കുന്ന വാക്കുകളൊക്കെ വളരെ ശക്തമായ വാക്കുകളാണ് ദാവീദ് ഉപയോഗിക്കുന്നത്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. അപ്പോ ഇവിടെ ഇതൊരു കവിതയാണ്, അതുകൊണ്ട് ആവർത്തനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ആശയത്തെ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുവാനാണ് അടുത്ത വാചകം താൻ പറയുന്നത്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു.
അപ്പോ ഒരു കാര്യം അപേക്ഷിച്ചു. പിന്നെ എടുത്തു പറയുകയാണ്, എന്താ അപേക്ഷിക്കാൻ കാരണമെന്നറിയോ? ജീവിതത്തിൽ ആകപ്പാടൊരു ആഗ്രഹമേ എനിക്ക്. ഞാൻ എന്താ ആഗ്രഹിച്ചുവോ ഞാൻ അത് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ദാവീദിന്റെ ഹൃദയത്തിന്റെ വാഞ്ച എന്ന് ചോദിച്ചാൽ ദാവീദ് പറയുകയാണ്, ആദ്യം പറഞ്ഞത് 4 ഇങ്ങനെ വായിക്കും, യഹോവയെ അങ്ങയുടെ മനോഹരത്വം കാണണം, അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലമൊക്കെയും അങ്ങയുടെ ആലയത്തിൽ പാർക്കണം, കൂടെ പാർക്കണം. എന്തൊരു അഭിലാഷം, എന്തൊരു ആഗ്രഹം! ആരാണ് ഈ ദാവീദ്? ദാവീദ് ആരാ? യഹൂദ ഗോത്രത്തിൽ ജനിച്ച ഒരു മഹനീയ വ്യക്തി, ഒരു കുലശ്രേഷ്ഠൻ. മാത്രമല്ല ദാവീദ് ഇന്ന് ആരാ? ഇടയ ചെറുക്കനല്ല, ഇസ്രായേൽ സംസ്ഥാനത്തിന്റെ ഒരു മഹാരാജാവാണ്. മാത്രമല്ല അവനിപ്പോൾ പാർക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുക, ദൈവം ചോദിക്കും, പറയുക, എന്താ ദൈവമേ, എന്താ നിനക്ക് വേണ്ട ദാവീദേ എന്ന് ദാവീദിനോട് ചോദിച്ചു. ദാവീദ് പറയുകയാണ്, കർത്താവേ, എനിക്ക് അങ്ങയുടെ കൂടാരത്തിൽ ഒന്ന് വന്ന് പാർക്കാൻ ഇച്ചിരി സ്ഥലം തരുമോ? ഐ വോണ്ട് ടു ഡ്വെൽ ഇൻ യുവർ ഹൗസ്, ഇൻ യുവർ ടെന്റ് വിത്ത് യു. എന്തിനാ മോനെ? എനിക്ക് അങ്ങയൊന്ന് കാണണം, എനിക്ക് അങ്ങയുടെ മനോഹരത്വം കാണണം, അങ്ങയൊന്ന് മനസ്സിലാക്കണം, അങ്ങയൊന്ന് എനിക്ക് നേരിട്ട് അറിയണം. ഇതാണ് ദാവീദിന്റെ ആഗ്രഹം. ഞാൻ പറയട്ടെ, ഒരു യഹൂദ ഗോത്രത്തിൽ ജനിച്ചവൻ ഒരു സാധാരണ ലേവ്യനെ പോലെ മാറുവാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജാവ് ഒരു സാധാരണ വാച്ചർ അല്ലെങ്കിൽ ഒരു കാവൽക്കാരനായി മാറുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, അരമനയിൽ വസിക്കുന്നവൻ ഇപ്പോൾ കൂടാരത്തിലേക്ക് തന്റെ പാർപ്പിടം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇഹലോക ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്. നാം ഒരു വാടക വീട്ടിലാണെങ്കിൽ ഒരു സ്വന്തം വീട്ടിലേക്ക് മാറണം. സ്വന്തം വീട് ചെറുതാണെങ്കിൽ ഒന്ന് പുതുക്കിപ്പണിത് 2 നിലക്കെട്ടിടമെങ്കിലും വെക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയോ വലുതാണ്. ഞാൻ പറയട്ടെ, യഹോവ ഇന്ന് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം ഒന്ന് ആരാഞ്ഞാൽ എന്താണ്? ഒരു ആഗ്രഹമേ ഉള്ളൂ ദാവീദിന്. എല്ലാം കർത്താവ് തന്നതാണ്, അവനെല്ലാം ഉണ്ട്. എന്നാൽ അതിൽ അവൻ ഇപ്പോൾ തൃപ്തനായി. ഈ ഫോൾസ് അതായത് തൃപ്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപകടത്തിൽ കൊണ്ടുപോയി. എല്ലാം ആയിക്കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട, എല്ലാത്തിലും ഒരു തൃപ്തി, അങ്ങനെയുള്ള ഒരു ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ദാവീദ് മനസ്സിലാക്കി, അരമന കൊണ്ടോ രാജപദവി കൊണ്ടോ അല്ല, യഹൂദ ഗോത്രത്തിലെ മകനെന്നോ ഉള്ളതിൽ എനിക്ക് തൃപ്തിയില്ല. എന്നാൽ എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അവന്റെ കൂടാരത്തിൽ പോയി പാർക്കണം. അപ്പോ ഞാനിവിടെ അതിനെ ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് ഇതിന്റെ ആശയം? ദൈവത്തെ അറിയുവാനുള്ള അതിവാഞ്ച, the thirst to know God. ദൈവത്തെ അറിയുവാനുള്ള അഭിവാഞ്ച. പ്രിയമുള്ളവരെ, നാം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നവരാണ്. എന്നാൽ ഞാൻ ഈ കൂടാരത്തിൽ വെച്ച പേര് ഒരു ആത്മീക ഗവേഷണാലയം, റിസർച്ച് ടെന്റ് ഓഫ് റിസർച്ച് എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം ഈ കൂടാരത്തിൽ ചെലവിടുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? എത്ര തവണ അല്ലെങ്കിൽ എത്ര സമയം നാം നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ റൂമുകളുടെ കതവുകൾ അടച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ക്ലോസറ്റിലേക്ക് നാം എപ്പോഴൊക്കെ പ്രവേശിക്കാറുണ്ട്? പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കേണ്ടുന്ന വിധം പറഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. എന്താ ഞാൻ പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകത്ത് കടന്നിട്ട് എന്ത് ചെയ്യണം? അകത്ത് കടന്നാൽ മാത്രം പോരാ, യു ഹാവ് ടു ഷട്ട് ദ ഡോർ ബിഹൈൻഡ് യു. യു ഹാവ് ടു ഷട്ട് ഔട്ട് ദ വേൾഡ് ബിഹൈൻഡ് യു. നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ മറച്ചു വെക്കണം, നിങ്ങൾ അത് മൂടി വെക്കണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഷട്ട് ഔട്ട് ദ വേൾഡ്. ബി വൺ വിത്ത് ദ ലോർഡ്, സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്. അവിടെയാണ് കർത്താവുമായി കൂട്ടായ്മ ആചരിക്കുക. അവിടെ ചെന്ന് പഠിച്ചാലേ വചനം പഠിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഇന്റർനെറ്റിൽ കൂടെയും മറ്റുള്ള ദേവദാസന്മാരിൽ കൂടെയൊക്കെ വചനം പഠിച്ചാൽ നല്ലതാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ കർത്താവിനെ പഠിക്കണം. ഇഫ് യു വോണ്ട് ടു ലേൺ ക്രൈസ്റ്റ്, അതിനൊരു വഴിയേ ഉള്ളൂ, ടേക്ക് ദ യോക്ക് along with him. കർത്താവ് പറഞ്ഞു, എന്റെ നുകം വളരെ അത് മൃദുവാണ്, ഞാൻ സൗമ്യനാണ്, നിങ്ങൾ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. അതുകൊണ്ട് ആദ്യത്തെ ആ കൂടാരത്തിന്റെ പ്രത്യേകത, that was a tent of research for David. രണ്ടാമത് 5 അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. എന്താണ് ഈ കൂടാരത്തിന്റെ മറ്റൊരു പ്രത്യേകത?
His tent was a tent of refuge. അവന്റെ ജീവിതത്തിൽ അവന് കോട്ടയുണ്ട്, കൊത്തളങ്ങളുണ്ട്, അരമനയുണ്ട്, സർവ്വ സന്നാഹങ്ങളുമുള്ള യുദ്ധസന്നാഹത്തിനുള്ള എല്ലാ ആർമിയുണ്ട്, മിലിറ്ററിയുണ്ട്. പക്ഷേ ഈ ഭക്തനായി ദാവീദ് പറയാണ്, കർത്താവേ, ഇതൊന്നും എനിക്ക് സംരക്ഷണമല്ല. 91-ാം സങ്കീർത്തനത്തിൽ മനോഹരമായ 4-ാം വാക്യത്തിൽ അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. എന്താണ് തൂവലുകളുടെ ശക്തി? മുകളിൽ വലിയ ചിറക്. അവിടെ ചിറകും തൂവലും. ചിറക്, കഴുകിന്റെ ചിറക് നമുക്കറിയാം, അതിന്റെ മേൽപ്പുറം അത് വളരെ കാഠിന്യമുള്ളതാണ്. അത് അതിന്റെ കുഞ്ഞുങ്ങളെ ചുമക്കുവാൻ ആ വലിയ ചിറക് ഉപയോഗിക്കാൻ. പക്ഷേ ചുമന്ന് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചിറകുകളിന്മേൽ കുഞ്ഞുങ്ങളെ ചുമന്നു കൊണ്ടുപോകുന്ന കഴുക് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ചിറകിന്റെ അടിയിലുള്ള അതിന്റെ മൃദുവായ തൂവലുകളിൽ ഉള്ളിൽ മറച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ആ വലിയ ആ സങ്കേതം അല്ലെങ്കിൽ സംരക്ഷണം എവിടെയാണ് ലഭ്യമാകുന്നത്? അവന്റെ കൂടാരത്തിൽ. അവന്റെ കൂടാരത്തിൽ ആ വലിയ ചിറകിനടിയിലുള്ള തൂവൽ. എന്തിനാണ് തൂവലുകൾ അത്ര മൃദുവായിരിക്കുന്നത്? ചിറകുകൾ മാത്രം പോരാ. ചിറകുകൾക്കടിയിൽ കുഞ്ഞുങ്ങൾ ചെന്നാൽ അവയ്ക്ക് ഒരുപക്ഷെ ഹാനികരമായ പല അപകടങ്ങൾ സംഭവിക്കാം, അവ മരിച്ചു പോകാം. പക്ഷേ ആ ചിറകുകളുടെ ഭാരം കുഞ്ഞുങ്ങളെ ഏശാതെ വണ്ണം അവയ്ക്കുള്ളിൽ ഏറ്റവും മൃദുവായ ഒരു സംരക്ഷണ കേന്ദ്രം അവിടെ ഒരുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ ആ വിളി കേൾക്കാം. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വരിക മക്കളെ, ഞാൻ ഒരു കോഴിയെ പോലെ വിളിക്കുകയാണ്. ചിറക് വിരിച്ച് നിങ്ങൾ വിളിച്ച് സംരക്ഷണത്തിനായി ഞാൻ ഒരുങ്ങിക്കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ? വരിക. സംരക്ഷണം അവന്റെ ചിറകടിയിലുണ്ട്. അവന്റെ തൂവലുകൾക്കുള്ളിൽ നമുക്ക് മറവിടമുണ്ട് എന്ന് കാണുവാൻ കഴിയും. 6-ാം വാക്യം, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. അവൻ എന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. 3-ാമത്തെ കൂടാരത്തിന്റെ പ്രത്യേകത നാം കാണുന്നത് അവിടെ അത് ഒരു tent of rejoice. It has become a tent of rejoice. Once it was a tent of research. He tried to know his God. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, for the excellency of the knowledge of Jesus Christ, I count everything done എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ അറിയുവാനുള്ള ആകാംക്ഷയിൽ എന്തു വില കൊടുക്കുവാനും ദാവീദ് തയ്യാറായി. പ്രിയമുള്ളവരെ, നാമും ഈ കൂടാരത്തിലേക്ക് ചെല്ലാം. അവിടെ നമുക്ക് കർത്താവിനെ അറിയുവാൻ ശ്രമിക്കാം. ആ കൂടാരത്തിൽ സംരക്ഷണമുണ്ട്. 3-ാമത്, ആ കൂടാരത്തിൽ തന്നെ ആനന്ദഘോഷമുണ്ട്. നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുണ്ടെന്ന് പാടുന്നുവല്ലോ. അതുപോലെ കൂടാരത്തിൽ നിന്ന് സംഗീതങ്ങൾ ഉയരട്ടെ. ഈ കൂടാരത്തിൽ നിന്ന് നമ്മുടെ ആനന്ദഗീതം ഉയരട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന കൂടാരമായി അത് മാറും. ഒടുവിലത്തെ ഭാഗം പ്രാർത്ഥനയാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. ഒടുവിലത്തെ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ ഞാൻ പറഞ്ഞ 7 മുതൽ 12 വാക്യങ്ങളിൽ കർത്താവേ, യഹോവേ എന്ന് പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തി ദാവീദിന് മനസ്സിലായതുകൊണ്ട് ദാവീദ് പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. ഒടുവിൽ ദാവീദ് വിജയിച്ചു. തന്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടുവാൻ, എല്ലാ ഭയത്തിനും വിടുതൽ പ്രാപിപ്പാൻ യഹോവയുടെ കൂടാരം അവനുണ്ടായിരുന്നു. യഹോവ, he knew the person of protection, he knew the place of protection, and he knew the power of protection. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം